ട്രൈ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റേതെന്ന് സംശയിച്ച് പ്രചരിച്ച ചിത്രം തൃശൂർ വടക്കാഞ്ചേരി കരുമത്ര സ്വദേശിയായ ദാമോദര മേനോന്റേതെന്ന് കേരള പോലീസ് സ്ഥിരീകരിച്ചു. പ്രചരിക്കുന്ന ഫോട്ടോ ദാമോദര മേനോന്റേതാണെന്ന് കുടുംബാംഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തും. ദാമോദര മേനോനുമായി സ്പെഷ്യൽ ബ്രാഞ്ച് SP ഫോണിൽ സംസാരിച്ചു. നേപ്പാളിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. വെള്ളിയാഴ്ച നൽകിയ പുതിയ മുന്നറിയിപ്പിനെ തുടർന്ന് മിന്നൽ പ്രളയം നാശം വിതച്ച തൃശൂലിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങി. പ്രദേശത്തെ റോഡ് പുനർനിർമ്മാണം ഉൾപ്പെടെ എല്ലാ ജോലികളും നിർത്തിവെച്ചതായി പോലീസ് വ്യക്തമാക്കി. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രഹസ്യ അന്വേഷണ ശൃംഖലയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ ഡൽഹിയിൽ യുവ ദമ്പതികൾ അറസ്റ്റിൽ. സഹീൽ, ഭാര്യ സമീറ എന്നിവരാണ് അറസ്റ്റിലായത്. 2024 മുതൽ ഇവർ പാക് ഏജന്റുമാർക്കായി പ്രവർത്തിച്ചെന്നാണ് പോലീസ് വിശദമാക്കുന്നത്. US-ൽ ഇന്ത്യൻ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ഇന്ത്യയിൽ അറസ്റ്റിൽ. തെലങ്കാന സ്വദേശിനിയായ നികിതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അർജുൻ ശർമ്മയെയാണ് ആഗ്രയിൽ നിന്ന് ഹൈദരാബാദ് പോലീസ് പിടികൂടിയത്. അർജുൻ ശർമ്മയ്ക്കെതിരെ നികിതയുടെ മാതാപിതാക്കൾ നൽകിയ വഞ്ചന കേസിലാണ് അറസ്റ്റെന്ന് ഹൈദരാബാദ് പോലീസ് വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതയായ ഹോർമോസ് കടലിടുക്കിൽ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ഇറാൻ നിക്ഷേപിച്ചിരുന്ന മൈനുകൾ വിജയകരമായി നീക്കം ചെയ്തതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ അവകാശവാദം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഗതാഗത പാത പൂർണ്ണമായും സുരക്ഷിതമായെന്നും US സേനാവ്യൂഹം അവകാശപ്പെട്ടു. മഹാരാഷ്ട്ര പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഡ്രഗ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവം പുറത്തറിഞ്ഞത് യുവതിയും കാമുകനും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതോടെ ചോദ്യപേപ്പർ ചോർത്തി ജോലിക്ക് കയറിയ യുവതിയും കാമുകനും തമ്മിൽ ബന്ധം വേർപിരിഞ്ഞതിന് ശേഷമാണ് കാമുകൻ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് അധികൃതർക്ക് വിവരം കൈമാറിയത്. മിന്നൽ പ്രളയം വ്യാപക നാശം വിതച്ച നേപ്പാളിൽ മരണസംഖ്യ 500-നോട് അടുക്കുന്നതിനിടെ രക്ഷാപ്രവർത്തനത്തിനായി വിദേശ രാജ്യങ്ങൾ നൽകിയ സഹായ വാഗ്ദാനങ്ങൾ നിരസിച്ച നേപ്പാൾ ഭരണകൂടം സാഹചര്യം നേരിടാനായി രാജ്യത്തിന്റെ സുരക്ഷാ ഏജൻസികൾ പര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നേപ്പാൾ ഭരണകൂടത്തിന്റെ തീരുമാനം. നീറ്റ് പരീക്ഷ 2027 മുതൽ ഓൺലൈൻ ആയേക്കുമെന്ന് സൂചന. JEE മാതൃകയിൽ CBSE പരീക്ഷാ രീതിയിൽ നീറ്റ് പരീക്ഷയും പരിഗണനയിലാണെന്നാണ് സൂചന. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പിൽ വിജിലൻസും കേസെടുക്കും. GST തട്ടിപ്പിൽ വിജിലൻസ് ഉത്തരവ് ഉടൻ പുറത്തിറക്കും. പ്രാഥമിക അന്വേഷണമാണ് നടക്കുക. GST-യായി 26 കോടി രൂപ പിരിച്ചെടുക്കുന്നതിലെ ഉദ്യോഗസ്ഥ വീഴ്ചയാണ് വിജിലൻസ് അന്വേഷിക്കുക. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.